നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. അടിസ്ഥാന ജനവിഭാഗങ്ങളെ മുൻനിർത്തിയുള്ള വികസനമാണ് സർക്കാർ തുടർച്ചയായി നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തുണ്ടായ ഓഖി മഹാപ്രളയം, കാലവർഷക്കെടുതി, നിപ, കോവിഡ് സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ സർക്കാരിന് കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 4,56,689 പേർ ഭൂമിയുടെ അവകാശികളായെന്നും അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനം ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെയാണ് കണ്ടതെന്നും പിണറായി വിജയൻ. പാലക്കാട്ട് ജില്ലാതല പട്ടയമേള. സ്ത്രീ സുരക്ഷാ പെൻഷനെ ചൊല്ലി തത്തമംഗലം നഗരസഭയിലെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരുടെ കയ്യാങ്കളി. നഗരസഭാ പരിധിയിലെ അപേക്ഷകർക്ക് പെൻഷൻ കിട്ടുന്നില്ലെന്ന ആരോപണമാണ് ബഹളത്തിലും കയ്യാങ്കളിയിലും കലാശിത. അർഹരായവരെ പരിഗണിച്ച് സർക്കാരിലേക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും സർക്കാർ വീഴ്ച മറച്ചുവെക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്നും നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ പുതിയ 2 ക്രോസിംഗ് സ്റ്റേഷനുകൾ വരുന്നു. ക്രോസിംഗ് സ്റ്റേഷനുകളാക്കി മാറ്റുന്നത് നിലവിലെ ഹോൾട്ട് സ്റ്റേഷനുകളായ കുലുക്കലൂർ, മേലാറ്റൂർ സ്റ്റേഷനുകളെ. നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ക്രോസിംഗ് സ്റ്റേഷനുകളാക്കി മാറ്റുന്നതോടെ ഷൊർണൂർ നിലമ്പൂർ പാതയുടെ വികസനത്തിന് പുത്തൻ നാഴികല്ലായി മാറും. പാലക്കാടിന്റെ മണ്ണിൽ ആവേശത്തിന്റെയും ആഘോഷത്തിന്റെയും വർണ്ണങ്ങൾ വാരിയെറിഞ്ഞ് മണപ്പുള്ളിക്കാവ് വേല പെയ്തിറങ്ങി. വൈകിട്ട് കോട്ടയ്ക്ക് മുന്നിൽ കരിവീരച്ചന്തം നിരന്നതോടെ പാലക്കാടിന്റെ നഗരവേല ആവേശമായി. കെട്ടുകാഴ്ചകളും ദേശവേലവരവും ആഘോഷക്കാഴ്ചകൾക്ക് മാറ്റുകൂട്ടി. മണപ്പുള്ളിക്കാവ് വേലയ്ക്കിടെ ഹൈഡ്രജൻ ബലൂൺ പൊട്ടിത്തെറിച്ചിനെ തുടർന്ന് ആനകൾ വിരണ്ടോടി. 2 ആനകൾ സമീപത്തെ 2 സ്കൂട്ടറുകളും ഒരു വഴിയോര കച്ചവടക്കാരൻ്റെ വാഹനവും കടയുടെ ബോർഡുകളും തകർത്തു. സംഭവത്തിൽ ആളപായമില്ല. കേളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് തീയിട്ടതിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. അക്രമികളെ ഉടൻ പിടികൂടണമെന്നും നേതാക്കൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അടിസ്ഥാന വിഭാഗങ്ങളെ മുൻനിർത്തിയുള്ള വികസനമാണ് സർക്കാർ തുടർച്ചയായി നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തുണ്ടായ ഓഖി മഹാപ്രളയം, കാലവർഷക്കെടുതി, നിപ, കോവിഡ് സാഹചര്യങ്ങളെയെല്ലാം ഫലപ്രദമായി നേരിടാൻ സർക്കാരിന് ആയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 4,56,659 പേർ ഭൂമിയുടെ അവകാശികളായെന്നും അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനം ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെയാണ് കണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലാ പട്ടയമേള ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ജനങ്ങൾ ആരോഗ്യപരമായി ചിന്തിക്കുകയാണ്. ലൈഫ് മിഷൻ മുഖേന 5 ലക്ഷം വീടുകളാണ് പൂർത്തീകരിച്ചത്. മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം വേറിട്ട് നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലയിലും മാറ്റങ്ങളുണ്ടായി. ജനങ്ങൾക്ക് മുൻഗണന നൽകുന്ന സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. സംസ്ഥാനത്തുണ്ടായ ഓഖി മഹാപ്രളയം, കാലവർഷക്കെടുതി, നിപ, കോവിഡ് സാഹചര്യങ്ങളെല്ലാം ഫലപ്രദമായി നേരിടാൻ സർക്കാരിനായി. അഭിമാനകരമായ നിലയിലേക്ക് കേരളം ഉയർന്നു. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനം ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെയാണ് കണ്ടത്. ഡിജിറ്റൽ റീസർവേയിലൂടെയും പട്ടയ മിഷനിലൂടെയും അവകാശരേഖകൾ ഓരോ പൗരനും ഉറപ്പാക്കുന്ന നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത എല്ലാ ജനങ്ങളിലാകെ സഹകരണവും പിന്തുണയും ലഭിക്കുന്നു. ആ സഹകരണവും പിന്തുണയും നൽകിയത് എല്ലാവരും മുൻപിലാണ് കേരളത്തിന്റെ പ്രത്യേകത. അവിടെ ജാതിമത ഭേദവും രാഷ്ട്രീയ അഭിപ്രായങ്ങളുടെ വ്യത്യാസങ്ങളും ഒന്നുമില്ലാതെ തന്നെ എല്ലാവരും സഹകരിക്കാൻ കഴിയാതെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, ഇതിൻ്റെ തന്നെ ഭാഗമായി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അവരുടെ സന്തുലിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ജനങ്ങളടക്കം തെറ്റിദ്ധരിപ്പിക്കാനാകുമോ എന്ന ഇതെല്ലാം തുടർ ഭരണത്തിന്റെ പ്രത്യേകതയാണ്. കാരണം പട്ടയ വിതരണം എന്നത് ഒരു തുടർ പ്രക്രിയയാണ്. 13 കുടുംബങ്ങളിൽ ആ കുടുംബങ്ങൾക്ക് റവന്യൂ ഭൂമിയുടെ പട്ടയവും ലഭ്യമാക്കാൻ കഴിയും.
സംസ്ഥാനത്ത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് സാധിച്ചെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ജില്ലാതല പട്ടയമേളയിൽ ഓൺലൈനായി അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 10 വർഷം തികയുമ്പോൾ സംസ്ഥാനത്ത് പട്ടവിതരണ കണക്കിൽ വലിയ ഉയർച്ചയുണ്ടായി. റവന്യൂ വകുപ്പിന്റെ ഒരു അവകാശങ്ങളും ആസ്വദിക്കാൻ സാധിക്കാത്ത 567 വനഗ്രാമങ്ങളിലെ 16,107 വനാവകാശ രേഖകളിൽ പൂർണ്ണമായും റവന്യൂ ഗ്രാമങ്ങളാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം വഹിക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഭൂമിയുടെ കൈവശക്കാർ അർഹതപ്പെട്ടവരാണെങ്കിൽ അവർക്കെല്ലാം പട്ടയം നൽകണമെന്നാണ് ഈ സർക്കാരിന്റെ നയമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ജില്ലാതല പട്ടയ വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂരഹിതർ ഇല്ലാത്ത കേരളം എന്നത് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമല്ല, ഒരു ഭരണ ദൗത്യമാണെന്നും അതിന്റെ ഭാഗമായാണ് പട്ടയ മിഷൻ ആരംഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു. വികസനമെന്നാൽ റോഡും കെട്ടിടവും മാത്രം ഉൾപ്പെടുന്നതല്ലെന്നും ഒരു ദരിദ്ര കുടുംബം സ്വന്തം ഭൂമിയിൽ നിൽക്കുന്ന നിമിഷമാണ് യഥാർത്ഥ വികസനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുണ്ടൂർ എബ്രാസൻ കൺവെൻഷൻ സെന്ററിൽ നടന്ന ജില്ലാതല പട്ടയമേളയിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി, RDO കെ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാമദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗം MK സരസ്വതി, LR ഡെപ്യൂട്ടി കലക്ടർ S ശ്രീജിത്ത്, RR ഡെപ്യൂട്ടി കലക്ടർ SS അൽഫ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്ത്രീ സുരക്ഷാ പെൻഷനെ ചൊല്ലി തത്തമംഗലം നഗരസഭയിലെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരുടെ കയ്യാങ്കളി. നഗരസഭാ പരിധിയിലെ അപേക്ഷകർക്ക് പെൻഷൻ കിട്ടുന്നില്ലെന്ന ആരോപണമാണ് ബഹളത്തിലും കയ്യാങ്കളിയിലും കലാശിച്ചത്. അർഹരായവരെ പരിഗണിച്ച സർക്കാരിലേക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും സർക്കാർ വീഴ്ച മറച്ചുവെക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്നും ചെയർമാൻ സുമേഷ് അച്യുതൻ പ്രതികരിച്ചു. നഗരസഭയ്ക്ക് സമീപ പഞ്ചായത്തുകളിലെ നിരവധി പേർക്ക് പെൻഷൻ ലഭിച്ചപ്പോൾ നഗരസഭയിൽ അപേക്ഷ നൽകിയിട്ടും ലഭിക്കാത്തത് വീഴ്ചയാണെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. എന്നാൽ നൽകിയ 1919 അപേക്ഷകളും പരിശോധിക്കുകയും അർഹരായവരെ സർക്കാരിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപേക്ഷകൾ നടപടിക്കേണ്ടതും പെൻഷൻ അനുവദിക്കേണ്ടതും സർക്കാരാണ്. LDF തുടർ ഭരണം പ്രതീക്ഷിച്ച നഗരസഭയിൽ UDF ഭരണം തിരിച്ചുപിടിച്ചതു മുതൽ സർക്കാർ വൈരാഗ്യത്തോടെയാണ് പ്രവർത്തിച്ചത്. ഇതിന്റെ തെളിവാണ് ADS തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതെന്നും ഭരണപക്ഷം തിരിച്ചടിച്ചു. സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാനാണ് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളമുണ്ടാക്കുന്നതെന്ന് ചെയർമാൻ സുമേഷ് അച്യുതൻ പറഞ്ഞു. പ്രതിഷേധിച്ച പ്രതിപക്ഷ കൗൺസിലർമാരും ഭരണപക്ഷ കൗൺസിലർമാരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. ഇതിനെ തുടർന്ന് കൗൺസിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ പുതിയ 2 ക്രോസിംഗ് സ്റ്റേഷനുകൾ വരുന്നു. നിലവിലെ ഹോൾട്ട് സ്റ്റേഷനുകളായ കുലുക്കലൂർ, മേലാറ്റൂർ സ്റ്റേഷനുകളെയാണ് ക്രോസിംഗ് സ്റ്റേഷനുകളാക്കി മാറ്റുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്രോസിംഗ് സ്റ്റേഷനുകളായി മാറുന്നതോടെ ഷൊർണൂർ നിലമ്പൂർ പാതയുടെ വികസനത്തിന് പുത്തൻ നാഴികക്കല്ലായി മാറും. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ അങ്ങാടിപ്പുറം, വാണിയമ്പലം ഉൾപ്പെടെ 3 റെയിൽവേ സ്റ്റേഷനുകളും വാടാങ്കുഴി, വല്ലപ്പുഴ, കുലുക്കലൂർ, ചെറുകര, മേലാറ്റൂർ തുടങ്ങിയ സ്റ്റേഷനുകൾ ഹാൾട്ട് സ്റ്റേഷനുകളുമാണ്. നിലവിലെ ഹാൾട്ട് സ്റ്റേഷനുകളായ കുലുക്കലൂർ, മേലാറ്റൂർ എന്നിവയാണ് ക്രോസിംഗ് റെയിൽവേ സ്റ്റേഷനുകളാക്കി മാറ്റുന്നത്. ഇതിന്റെ ഭാഗമായി കുലുക്കലൂർ, മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനുകളിൽ പാളങ്ങൾ സ്ഥാപിച്ച് തുടങ്ങി. ക്രോസിംഗ് സ്റ്റേഷനുകളാക്കി മാറ്റുമ്പോൾ നിലവിലെ ഒരു റെയിൽപാതയോട് ചേർന്ന് തന്നെ മറ്റൊരു റെയിൽപാളം ഉണ്ടായിരിക്കും. ഒരു ട്രെയിൻ വന്ന് നിൽക്കാനുള്ള സൗകര്യം മാത്രമേ പുതിയ റെയിൽപാളം ഒരുക്കുന്നതിലൂടെ സാധ്യമാവുകയുള്ളൂ. ഇവയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് പുരോഗമിച്ചു വരുന്നത്. കുലുക്കലൂർ, മേലാറ്റൂർ സ്റ്റേഷനുകളെ ക്രോസിംഗ് സ്റ്റേഷനുകളാക്കി മാറ്റുന്നതോടുകൂടി ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയുടെ വികസനത്തിന് പുത്തൻ നാഴികക്കല്ലാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാടിൻ്റെ മണ്ണിൽ ആവേശത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും വർണ്ണങ്ങൾ വാരിയെറിഞ്ഞ് മണപ്പുള്ളിക്കാവ് വേല പെയ്തിറങ്ങി. വൈകിട്ട് കോട്ടയ്ക്ക് മുന്നിൽ കരിവീരച്ചന്തം നിറഞ്ഞതോടെ പാലക്കാടിൻ്റെ നഗരവേല ആവേശമായി മാറി. കെട്ടുകാഴ്ചകളും ദേശവരവും ആഘോഷക്കാഴ്ചയ്ക്ക് മാറ്റുകൂട്ടി. പാലക്കാടിൻ്റെ നഗരവേല കാഴ്ചയ്ക്കായി ഉച്ചയ്ക്ക് ശേഷം മുതൽ കോട്ടമൈതാനത്ത് ആളുകളും കച്ചവടക്കാരും ഒരുങ്ങി നിന്നു. വൈകിട്ട് 5 മണിയോടുകൂടി ചന്തം ചാർത്തിയ ഗജവീരന്മാർ എത്തി. പിന്നീട് മുന്നിൽ ശംഖുനാഥം മുഴങ്ങി പഞ്ചവാദ്യം ആരംഭിച്ചു. പിന്നെ 15 ആനപ്പുറത്ത് വർണ്ണക്കുടകളുമായി കിഴക്കേയാക്കര ദേശത്തിൻ്റെ 15 ഗജവീരന്മാരുടെ എഴുന്നള്ളത്ത് അവസാനിച്ചതും കോട്ടമൈതാനത്തിൻ്റെ 3 ഭാഗങ്ങളിൽ നിന്നായി വടക്കന്തറ, കൊപ്പം, പടിഞ്ഞാറേയാക്കര ദേശങ്ങളുടെ എഴുന്നള്ളത്ത് എത്തി. 3 ദേശങ്ങളിൽ നിന്നായി 9 ഗജവീരന്മാർ കോട്ടമൈതാനത്തിനകത്ത് അണിനിരുന്നതോടെ പാലക്കാടിൻ്റെ ഉത്സവം മഴവില്ലഴകായി. ശേഷം 17ലധികം ഉപദേശങ്ങളുടെ വേലവരവിനുള്ള സമയമായി. തമ്പോല വാദ്യവും ബാൻഡ് വാദ്യവും വണ്ടിവേഷവും പൂക്കാപടിയും തട്ടിന്മേൽ കൂത്തും ശിങ്കാരിമേളവും പ്രാചീന കലാരൂപവും വേഷവിധാനവും നഗരവേലയുടെ കാഴ്ചകൾക്ക് വർണ്ണക്കൊഴുപ്പേകി.
വൈകുന്നേരത്തോടുകൂടി ഇരുണ്ടുകൂടിയ കാർമേഘങ്ങൾക്കു നടുവിൽ ആനപ്പുറത്ത് അഴകിൻ്റെ ആലവട്ടം വീശിയപ്പോൾ പാലക്കാടിൻ്റെ വേനൽമഴ പോലും നഗരത്തിൽ പെയ്തിറങ്ങാൻ ഒന്ന് മടിച്ചു. രാത്രി 9 മണിയോടുകൂടി ദേശവേലകൾ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞതോടെ ഈ വർഷത്തെ മണപ്പുള്ളിക്കാവ് വേലയ്ക്ക് പരിസമാപ്തിയായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണപ്പുള്ളിക്കാവ് വേലയ്ക്കിടെ ഹൈഡ്രജൻ ബലൂൺ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ആനകൾ വിരണ്ടോടി. 2 ആനകൾ, സമീപത്തുള്ള 2 സ്കൂട്ടറുകൾ, ഒരു വഴിയോര കച്ചവടക്കാരൻ്റെ വാഹനം, കടയുടെ ബോർഡുകൾ എന്നിവ തകർത്തു. നേരത്തെ ഡ്രോൺ ക്യാമറകൾ, ഹൈഡ്രജൻ ബലൂണുകൾ, ലേസർ ലൈറ്റുകൾ ഉൾപ്പെടെ വിലക്കിക്കൊണ്ട് സംഘാടകർക്ക് അറിയിപ്പ് നൽകിയതായിരുന്നു. വേലയ്ക്കിടെ ബലൂൺ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ആനകൾ വിരണ്ടോടി. ഇന്നലെ വൈകിട്ട് കിഴക്കിയാക്കര ദേശത്തിൻ്റെ 15 ആനകളുടെ കോട്ടയ്ക്ക് മുന്നിലെ കുടമാറ്റം കഴിഞ്ഞ ശേഷം തിരിച്ചെഴുന്നള്ളതിനിടെയാണ് സംഭവം. ലക്ഷ്മി ആശുപത്രിക്ക് സമീപത്ത് വെച്ച് റോഡരികിൽ നിന്നിരുന്ന ആളുകളുടെ കയ്യിലുണ്ടായിരുന്ന ഹൈഡ്രജൻ ബലൂൺ പൊട്ടിത്തെറിച്ച് തീഗോളമായി പടരുകയായിരുന്നു. ഇത് കണ്ടതും സമീപത്തുണ്ടായിരുന്ന 5ലധികം ആനകൾ ഭയന്നോടി. പാപ്പാന്മാരുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് ആനകൾ ശാന്തമായതോടെ കൂടുതൽ അപകടമുണ്ടായില്ല. 2 ആനകൾ, സമീപത്തുള്ള 2 സ്കൂട്ടറുകൾ, ഒരു വഴിയോര കച്ചവടക്കാരൻ്റെ വാഹനം, കടയുടെ ബോർഡുകൾ എന്നിവ തകർത്തു. ആന വിരണ്ടതോടെ പരിഭ്രാന്തിയിലായ ആളുകളും ഭയന്നോടി. എലഫന്റ് സ്ക്വാഡും പോലീസും സംഘാടകരും ചേർന്ന് രംഗം ശാന്തമാക്കാൻ ഏറെ പണിപ്പെട്ടു. അരമണിക്കൂറിന് ശേഷമാണ് വിരണ്ടോടിയ 2 ആനകളെയും തളച്ചത്. 5 ആനകൾക്ക് പകരമായി 3 ആനയെ മാത്രം എഴുന്നള്ളിച്ചാണ് ക്ഷേത്രത്തിൽ പാണ്ഡിമേളം കൊട്ടി എഴുന്നള്ളത്ത് അവസാനിപ്പിച്ചത്. ആനയെ പരിഭ്രാന്തിയിലാഴ്ത്തുന്ന ഡ്രോൺ ക്യാമറകൾ, ഹൈഡ്രജൻ ബലൂണുകൾ, ലേസർ ലൈറ്റുകൾ ഉൾപ്പെടെയുള്ളവ വിലക്കിക്കൊണ്ട് പോലീസ് സംഘാടകർക്ക് അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഹൈഡ്രജൻ ബലൂണിൻ്റെ വിൽപ്പന നിയന്ത്രിക്കാൻ സംഘാടകർക്കും പോലീസിനും കഴിഞ്ഞില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൻ്റെ വോട്ട് ഗുരുവായൂരിലേക്ക് മാറ്റിയ സംഭവത്തിൽ കോൺഗ്രസിനോട് കേസ് കൊടുക്കാൻ പറയൂ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മന്ത്രി വീണ ജോർജിനെതിരായി പ്രതികരിക്കാൻ തയ്യാറാകാത്ത സുരേഷ് ഗോപി തൃശ്ശൂരിൽ പത്മജയുടെ വിജയം ഉറപ്പാണെന്നും പറഞ്ഞു. ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല. അവർക്കും പഠിക്കണ്ടേ? കാരണം ഇതിനകത്തൊരു വലിയ പണച്ചെലവുള്ളതല്ലേ. അതിനകത്ത് അവരെന്ത് വഹിക്കാൻ പറ്റും അതൊക്കെ അവർ നോക്കണ്ടേ. കൊണ്ടുപോയി കേസ് കൊടുക്കാൻ. കേളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് തീയേറ്റത്തിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും നടത്തി. അക്രമികളെ ഉടൻ പിടികൂടണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിലാണ് ചിലർ കോൺഗ്രസ് ഓഫീസിന് മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ടതായി കോൺഗ്രസ് ഭാരവാഹികൾ ആരോപിക്കുന്നത്. കോൺഗ്രസ് ഓഫീസിൻ്റെ മുൻവാതിൽ ഭാഗികമായി കത്തിനശിച്ചു. ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച ബോർഡുകളും ബാനറുകളും ആർച്ചും കൊടിമരവും കത്തിനശിച്ചു. കത്തിക്കാൻ ഉപയോഗിച്ച മണ്ണെണ്ണ കുപ്പിയും സാമഗ്രികളും പോലീസ് കണ്ടെടുത്തു. SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. ഫോറൻസിക് വിഭാഗത്തിന്റെ അന്വേഷണത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അക്രമികളെ ഉടൻ പിടികൂടണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. സംഭവം അറിഞ്ഞ ഉടൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P. വിനയൻ മാസ്റ്റർ, DCC ജനറൽ സെക്രട്ടറി CN ശിവദാസൻ, KR മനുപ്രസാദ്, PS സലീം, കേരളശ്ശേരി മണ്ഡലം പ്രസിഡന്റ് KA ഷാജഹാൻ, രാജീവ് മാസ്റ്റർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഇതിനെതിരെ വൈകിട്ട് കേരളശ്ശേരിയിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും നടന്നു. ഇതിന്റെ സാഹചര്യം, ഇവിടെ ഉണ്ടായ സമരം, ഇവിടെ ഉണ്ടായ പ്രതിഷേധം, ആ പ്രതിഷേധത്തിന്റെ മറവിലുണ്ടായ അക്രമം, ഇതിവിടെ മാത്രമല്ല. ഇന്നലെ കോങ്ങാട്ടങ്ങാടിയില് CPM-ന്റെ ഗുണ്ടകൾ, DYFI-യുടെ തെമ്മാടികൾ അഴിഞ്ഞാടിയ ചിത്രം വാട്സപ്പിലെ റീൽസായിട്ട് ഒക്കെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയില്. VD സതീശൻ നയിക്കുന്ന പുതിയ യാത്രയുടെ ബോർഡുകളും ഫ്ലക്സുകളും കോൺഗ്രസ് സ്ഥാപിച്ച കൊടിമരങ്ങളും ഇന്നലെ കോങ്ങാട് അങ്ങാടിയിൽ നിരത്തിലൂടെ വലിച്ചിഴച്ച് കോങ്ങാട് ബസ് സ്റ്റാൻഡിലിട്ട് തകർത്ത് തരിപ്പടമാക്കി. ഇതുപോലെ സംസ്ഥാന വ്യാപകമായി ജില്ലയിലുടനീളം നമ്മുടെ പരിസര പഞ്ചായത്തുകളിലൊക്കെ തന്നെ CPM-ന്റെ അതിക്രമം കടന്നുകൂടുകയാണ്, അതിക്രമിച്ചു വരികയാണ്. ഇതിനെതിരെ കരുതിയിരിക്കാൻ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകണമെന്നും ഇതിന്റെ അക്രമികളെ കണ്ടെത്താൻ പോലീസ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ കോൺഗ്രസിന്റെ ചുണക്കുട്ടികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. KPCC ജനറൽ സെക്രട്ടറി KA തുളസി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി CN ശിവദാസൻ, മണ്ഡലം പ്രസിഡന്റ് CS ഷാജഹാൻ, പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റുമാരായ അച്യുതൻകുട്ടി, സക്കറിയ മണ്ണൂർ, CR ബാലസുബ്രഹ്മണ്യൻ, DCC സെക്രട്ടറി KM അബ്ദുൾ സത്താർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 1,14,90,800 രൂപ മിച്ചം വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്.
ജനകീയമായിട്ടുള്ള ഇടപെടലുകളിലോ ഒരുപക്ഷെ ഈ കാലത്ത് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അത്തരത്തിലുള്ള പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് വേണം ഓരോ വാർഷിക പദ്ധതി നടപ്പിലാക്കേണ്ടത് എന്നത് തന്നെയാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. ഈ വരുന്ന വാർഷിക പദ്ധതി ആ നിലയിൽ ഏറ്റവും ജനകീയമായിക്കൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ വാർഷിക പദ്ധതി അംഗീകരിച്ച് നടപ്പിലാക്കുക എന്നതാണ് ഈ ഭരണസമിതിക്ക് ചെയ്യാനുള്ളത്. ഈ വിധത്തിൽ നമുക്ക് വരുന്ന ഒരു പ്രയാസം അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭവന നിർമ്മാണം, നെൽകൃഷി വികസനം, റോഡുകളുടെ നവീകരണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, കുടിവെള്ളം, ജലസംരക്ഷണം, വൃദ്ധർ, ശിശുക്കൾ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ ക്ഷേമം ഊന്നൽ നൽകി ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. കർഷകർക്കും ക്ഷീരകർഷകർക്കും സഹായം, പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ, പാലിയേറ്റീവ് പരിപാടികൾ, ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ധനസഹായം, പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം, മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറി കിട്ടിയ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തൽ, സ്കൂൾ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തൽ തുടങ്ങി എല്ലാ മേഖലകൾക്കും പരിമിതികളിൽ നിന്നുകൊണ്ട് പരമാവധി തുക വിനിയോഗിക്കുന്ന രൂപത്തിലാണ് ബജറ്റ്. ഉൽപാദന മേഖലയ്ക്ക് 12,65,30,40 രൂപയും സേവന മേഖലയ്ക്ക് 10,26,55,000 രൂപയും കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമത്തിന് 72,70,000 രൂപയും പാർപ്പിട മേഖലയ്ക്ക് 5,48,02,000 രൂപയും വനിതാക്ഷേമത്തിന് 75,65,880 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഡയാലിസിസിന് വിധേയരാകുന്നവരെ സഹായിക്കുന്നതിന് സ്നേഹസ്പന്ദനം പദ്ധതി ഈ വർഷം കൂടുതൽ മെച്ചപ്പെടുത്തി. 56,51,07,300 രൂപയുടെ വരവും 55,36,16,500 രൂപയുടെ ചെലവും 1,14,90,800 രൂപയുടെ മിച്ചം പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സുമ അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ K. ഗംഗാധരൻ, ഷഹർബാനു അക്ബർ, K. രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K. ശ്രീജ, PK. ചിത്ര, BDO KP മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃക്കടേരി 1 സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ 628ഓളം വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. 400-ലേറെ വില്ലേജ് ഓഫീസുകൾ മുഖം മാറ്റി പുതുമകളോടെ അറ്റകുറ്റപ്പണികൾ നടത്തി സ്മാർട്ടാക്കി. 1000-ലേറെ വില്ലേജ് ഓഫീസുകൾ അങ്ങനെ അത് നടത്തപ്പെട്ടു. 250-ലധികം വില്ലേജ് ഓഫീസുകൾ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോ അവസാനിപ്പിക്കാൻ പോകുന്നതോ ആയി നിലനിൽക്കുകയാണ്. റവന്യൂ വകുപ്പിൻ്റെ എല്ലാ ഓഫീസുകളിലും ആവശ്യമായ സൗകര്യങ്ങളോടെ പൊട്ടി പിടിച്ചു കിടന്നിരുന്ന മങ്ങിയ ചുമരുകളുള്ള തല്ലിത്തകർന്നു കിടക്കുന്ന യാതൊരു സൗകര്യവുമില്ലാത്ത ഓഫീസുകളിൽ നിന്ന് വിശാലമായ ഇടങ്ങളോട് കൂടിയിട്ടുള്ള ഓഫീസുകളിലേക്ക് അതിവേഗം റവന്യൂ വകുപ്പിൻ്റെ യാത്രയാണ് മാറുന്ന സ്മാർട്ട് വില്ലേജുകളിലൂടെ നമുക്ക് കാണാനാകുന്നത്. മാറുന്ന സ്മാർട്ട് വില്ലേജ് മാറുന്ന റവന്യൂവിൻ്റെ മുഖം തന്നെയാണ്. എത്തിച്ചേരുന്ന മുഴുവൻ ആളുകളുടെയും മുഖത്ത് സന്തോഷത്തിൻ്റെയും പുഞ്ചിരിയുടെയും അംശമുണ്ടാവുക എന്നുള്ളതാണ് ഏതു പ്രവർത്തന ഘട്ടത്തിലും നാം ഉയർത്തിപ്പിടിക്കേണ്ട ശ്രദ്ധേയമായ ഒരു കാര്യം. ആ വിധത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഈ വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ നിർവഹിച്ചതായി അറിയിച്ചു. ഷൊർണൂർ MLA P. മാമ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ OK. മുസ്തഫ, M. അശ്വനി, തൃക്കടേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ശ്രീലത, ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. നാരായണൻകുട്ടി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിയ റാത്ത്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. P. പ്രകാശൻ, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് K. മുകുന്ദൻ, രാഷ്ട്രീയ പ്രതിനിധികളായ CPM V. മുഹമ്മദ് അഷറഫ്, CPI ശങ്കരനാരായണൻ, INC ഷബീർ നീരാണി, IUML ഹംസ താഴത്തേതിൽ, BJP രാജു കൂട്ടാല എന്നിവർ സംസാരിച്ചു. ഡെപ്യൂട്ടി കളക്ടർ S. സജിത് സ്വാഗതവും തഹസിൽദാർ PM. അബ്ദുൾ മജീദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
അമ്പലപ്പാറ കടമ്പൂർ പനയൂർക്കാവ് ചെക്ക് ഡാം നിർമ്മാണോദ്ഘാടനം നടന്നു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ ചെക്ക് ഡാം കുറച്ചുകൂടി ഞാനത് അദ്ദേഹത്തിനോടും പറഞ്ഞു, അദ്ദേഹം താല്പര്യമുള്ളപ്പോൾ സ്ഥലമൊക്കെ വിട്ടുകൊടുത്ത അതിനുവേണ്ടി സംഘടിപ്പിച്ച കൃഷിക്കാരോടും പറയാനുള്ളത്, ഇതിൽ ചെക്ക് ഡാമിൽ നിന്ന് സോളാർ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കാം. അത് PM കുസുമം പദ്ധതിയുണ്ട്, 80% സബ്സിഡി കിട്ടും. ആ സബ്സിഡി കിട്ടിയാൽ ഓരോ ചെടിയുടെ ചുവട്ടിലും ആവശ്യത്തിന് വെള്ളം നൽകുന്ന പദ്ധതിയും കൂടി ഞാൻ MLA എടുത്ത് സൂചിപ്പിച്ചിട്ട് ഞാൻ അതിൻ്റെ നിങ്ങൾ പറ്റുമെങ്കിൽ കുറച്ച് ആളുകൾ താല്പര്യമുള്ളവർ ചുറ്റൂരൊന്ന് വന്നാൽ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യണമെന്ന്. ഇപ്പോൾ 40-50 കൃഷിക്കാരുണ്ട്. കമ്മ്യൂണിറ്റി ഇറിഗേഷനാണ് കൊടുക്കുന്നത് സോളാർ വെച്ചിട്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജും ചിലവില്ല, ചിലപ്പം മിച്ചം കിട്ടുകയും ചെയ്യും. ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ KK ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K വിനോദ്, അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ലജിത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ A വിജിത, PV ഹരിദാസ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, VK ഉണ്ണികൃഷ്ണൻ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ K രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും KP ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഖരമാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്ത കൈവരിച്ചുവെന്ന് മന്ത്രി MB രാജേഷ്. തൃശൂർ മുളങ്കുത്തുകാവ് കില ഹെഡ് ഓഫീസിൽ നിർമ്മിക്കുന്ന 2 ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി MB രാജേഷ്. കേരളത്തിൽ 6 മാസങ്ങൾ കൊണ്ട് മാലിന്യങ്ങൾ പൂർണ്ണമായും സംസ്കരിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കും. ഇതിനായി 4 മേഖലകളിലായി 4 റീജിയണൽ പ്ലാന്റുകളുടെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണെന്നും 6 മാസങ്ങൾ കൊണ്ട് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും മാലിന്യ നിർമ്മാർജ്ജന കാര്യത്തിൽ കില മാതൃകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ നാട്ടിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യം മാലിന്യ സംസ്കരണ പ്ലാന്റ് വെക്കലായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനവും പൂർത്തീകരണോദ്ഘാടനവും നടത്തിയ മന്ത്രിയായിരിക്കും. അതിൽ വലിയ സംതൃപ്തിയുണ്ട്. നമുക്ക് ഖരമാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ഏറെക്കുറെ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഹരിതകർമ്മസേന ജൈവമാലിന്യം വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ നമ്മൾ 98% വരെ എത്തി. ഇപ്പോൾ 90% ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് ഉയർത്താവുന്നതേ ഉള്ളൂ. അതൊരു വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ അതിനെ വിശേഷിപ്പിച്ചത്. അതിന്റെ പ്രാധാന്യം ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടത്ര അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നും പറഞ്ഞു. കാരണം ഹരിതകർമ്മസേന കഴിഞ്ഞ വർഷം ശേഖരിച്ച മാലിന്യത്തിന്റെ അളവ് ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം പറഞ്ഞത് 1,52,000 ടൺ. അത്രയും ശേഖരിച്ചില്ലായിരുന്നെങ്കിൽ പുറന്തള്ളപ്പെടുമായിരുന്ന കാർബൺ ഡയോക്സൈഡ് 430 ലക്ഷം ടണ്ണാണ്. അതുകൊണ്ടാണ് ഇതിനെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ആക്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. സേവ്യർ ചിറ്റൽപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് വിശിഷ്ടാതിഥിയായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംസ്ഥാന ശുചിത്വ മിഷന്റെയും സഹായത്തോടെ 97.80 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിലയുടെ ഹെഡ് ഓഫീസ് ക്യാമ്പസിൽ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ ഗവൺമെന്റ് പ്രസ് എംപ്ലോയീസ് സഹകരണ സംഘം ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങി. ഇടതു സഹകരണ മുന്നണിയും സഹകരണ ജനാധിപത്യ മുന്നണിയുമാണ് 28-ന് ശനിയാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. വലിയ രാഷ്ട്രീയ പോരാട്ടമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്ന് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. ഷൊർണൂർ ഗവൺമെന്റ് പ്രസ് എംപ്ലോയീസ് സഹകരണ സംഘം ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പിലേക്കായി ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ സഹകരണ സംഘം ഹാളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഒറ്റപ്പാലം കോപ്പറേറ്റീവ് രജിസ്ട്രാർ ജയനാണ് ഭരണാധികാരി. CITU NGO യൂണിയൻ AITUC ഉൾപ്പെടുന്ന ഇടത് സഹകരണ മുന്നണിയും INTUC NGOA KGOU എന്നിവ ഉൾപ്പെടുന്ന സഹകരണ ജനാധിപത്യ മുന്നണിയുമാണ് മത്സരരംഗത്തുള്ളത്. ജനറൽ വിഭാഗത്തിൽ 5 പേരും വനിതാ സംവരണം 2 പേരും SC/ST സംവരണത്തിലേക്ക് ഒരാളും നിക്ഷേപം വിഭാഗത്തിലേക്ക് ഒരാളും 40 വയസ്സിൽ താഴെയുള്ള പൊതുവിഭാഗത്തിലേക്ക് ഒരാളും 40 വയസ്സിൽ താഴെയുള്ള വനിതാ വിഭാഗത്തിലേക്ക് ഒരാളും ഉൾപ്പെടെ ആകെ 11 വിഭാഗങ്ങളിലേക്കാണ് മത്സരങ്ങൾ നടക്കുക. ഇരു വിഭാഗങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സും മറ്റു തോരണങ്ങളുമെല്ലാം കോമ്പൗണ്ടിൽ അലങ്കരിച്ചു കഴിഞ്ഞു. 2004 മുതൽ തുടർച്ചയായി 25 വർഷക്കാലം
സ്ഥാപനം ഇടത് സഹകരണ മുന്നണിയാണ് ഭരിച്ചു വരുന്നത്. വലിയ രാഷ്ട്രീയ പോരാട്ടമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്നും വീണ്ടും ഭരണം നിലനിർത്തുമെന്നും മുന്നണി ഭാരവാഹികൾ പറഞ്ഞു. ഷൊർണൂർ ഗവൺമെൻറ് സഹകരണ സംഘത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നാളെ, അതായത് 28-ാം തീയതി രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഷൊർണൂർ സഹകരണ സംഘം ഹാളിൽ വെച്ച് നടക്കുകയാണ്. വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാവരും കാണുന്നത്. 1988-ൽ സ്ഥാപിക്കപ്പെട്ട സഹകരണ സംഘമാണ് ഷൊർണൂർ സഹകരണ സംഘം. എല്ലാവരും എല്ലാ സുഹൃത്തുക്കളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, സംഘടനയ്ക്ക് അതീതമായിട്ട് ഇടതുപക്ഷം തന്നെ വരണം എന്ന നിശ്ചയദാർഢ്യത്തോടെ നിൽക്കുകയാണ്. നാളത്തെ തെരഞ്ഞെടുപ്പ് ഒരു സാങ്കേതിക തെരഞ്ഞെടുപ്പ് മാത്രമായിട്ടാണ് കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷം തന്നെ വരും. ഈ സഹകരണ സംഘം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. വലിയ ആത്മവിശ്വാസത്തിലാണ് ഇരു മുന്നണികളും. ഭരണം തിരിച്ചുപിടിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് സഹകരണ ജനാധിപത്യ മുന്നണി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം ഏരിയ സമ്മേളനം KGOA സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് K. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KR ശ്രീലത അധ്യക്ഷയായിരുന്നു. ഡോക്ടർ അഞ്ജു മുകുന്ദൻ രക്തസാക്ഷി പ്രമേയവും K. രാധാകൃഷ്ണൻ അനുശോചന പ്രമേയവും ഏരിയ സെക്രട്ടറി CP സതീഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ ടി മനോജ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. A. ഉല്ലാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു. ഒരു പ്രസിഡന്റിനെ, ഒരു രാജ്യത്തിന്റെ പരമാധികാരിയായ പ്രസിഡന്റിനെ ഒരു രാജ്യത്ത് പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ, തടങ്കിലാക്കുവാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം ലോകത്ത് നിലനിൽക്കുന്നു. അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും അപലപിച്ചു പോകാതിരിക്കാൻ കഴിയില്ല, സൂചിപ്പിച്ചു പോകാതിരിക്കാൻ. ഇതെല്ലാം ഈ മയക്കുമരുന്ന് വേട്ട, അല്ലെങ്കിൽ മയക്കുമരുന്നിനെതിരെയുള്ള, അല്ലെങ്കിൽ ഭീകരപ്രവർത്തനത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നതെന്ന് ട്രംപ് ഊതി പറയുമ്പോൾ നമുക്കറിയാം ഇതൊന്നുമല്ല ഇതിന്റെ പിന്നിൽ കൃത്യമായ ആയുധങ്ങളുടെ കച്ചവടവും പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാനുള്ള അവസരങ്ങൾ നോക്കിയുള്ള നീക്കങ്ങളുമാണ് മനസ്സിലാക്കുന്നത്. കോട്ടായി ചെമ്പൈ ഏകാദശി സംഗീതോത്സവം തുടർന്നു. ചൊവ്വാഴ്ച തുടങ്ങിയ സംഗീതോത്സവം വെള്ളിയാഴ്ച രാത്രിയോടെ സമാപിക്കും. രാത്രി 9:30 CS അനുരൂപം പാർവതി ദിലീപും ചേർന്ന് അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരിയോടെയാണ് സംഗീതോത്സവത്തിന് തിരശ്ശീല വീഴുക. വ്യാഴാഴ്ച വൈകുന്നേരം 6-ന് നെടുമങ്ങാട് റാംമോഹൻ, മീര റാംമോഹൻ എന്നിവരുടെ സംഗീത സമ്പന്നയും സംഗീത പ്രേമികൾക്ക് ആസ്വാദകരമായിരുന്നു. ഏകാദശി ദിനമായ വെള്ളിയാഴ്ച രാവിലെ 8:30 ഊഞ്ചവൃത്തി, തുടർന്ന് രാവിലെ 10 നടന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തിന് നാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി, വെള്ളിനേഴി സുബ്രഹ്മണ്യൻ, സുകുമാരി നരേന്ദ്രമേനോൻ, കല്ലേക്കുളകര അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളിയാഴ്ച വൈകുന്നേരം 6-ന് ചമ്പി രാമനാഥൻ്റെ സാക്സോഫോൺ കച്ചേരി, 7-ന് ഫാദർ പോൾ പൂവത്തിങ്കലിൻ്റെ കച്ചേരി, 7:30 പ്രകാശ് ഉള്ളേരിയുടെ ഹാർമോണിയം കച്ചേരി, രാത്രി 8:30 വിജയ് യേശുദാസിന്റെ കച്ചേരി, രാത്രി 9-ന് CS അനുരൂപും പാർവതി ദിലീപും ചേർന്ന് അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരിയോടെ സംഗീതോത്സവത്തിന് തിരശ്ശീല വീഴും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പഴയലക്കടി മഹർമ പാലിയേറ്റീവ് യൂണിറ്റിലെ കിടപ്പ് രോഗികളായി മഹർമ പാലിയേറ്റീവിൻ്റെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് അലി മാസ്റ്റർ, മഹർമ പാലിയേറ്റീവ് ചെയർമാൻ ഷംസുദ്ദീനെ കിറ്റ് നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പാലിയേറ്റീവ് വളണ്ടിയർമാരായ K. അനസ്, K. ഫൈസൽ, VK അബ്ദു, U. നാസർ, പാലിയേറ്റീവ് നഴ്സ് ആയിഷ എന്നിവർ സംസാരിച്ചു. 96 കിടപ്പ് രോഗികൾക്കാണ് അരിയും പലവ്യഞ്ജനവും അടങ്ങുന്ന ഭക്ഷ്യക്കിറ്റുകളിൽ വിതരണം ചെയ്തത്. ദക്ഷിണ റെയിൽവേ ഷൊർണൂരിൽ മെക്കാനിക്കൽ വിഭാഗത്തിൽ സീനിയർ ടെക്നീഷ്യനായി 33 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച DREU സമുന്നത നേതാവുമായ EV ശശികുമാറിനെ DREU ഷൊർണൂർ
DREU ഷൊർണൂർ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ യാത്രയപ്പും അനുമോദന സദസ്സും ഒരുക്കി. DREU കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി. മാത്യു സിറിയക്ക് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് ടി. രാജേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി. മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. DREU കേന്ദ്ര കമ്മിറ്റി നേതാക്കളായ RG പിള്ള, PB അനിൽകുമാർ, ഡിവിഷൻ പ്രസിഡന്റ് പി. രഘുനാഥ്, DRPU ഡിവിഷൻ സെക്രട്ടറി R. മണി, SCFWA മേഖലാ പ്രസിഡന്റ് MK രാമചന്ദ്രൻ, സെക്രട്ടറി K. ചന്ദ്രൻ, ALRSA ഡിവിഷൻ വർക്കിംഗ് പ്രസിഡന്റ് KK കേശവൻ, ALGC ഡിവിഷൻ പ്രസിഡന്റ് K. സുജിത്, DREU ഡിവിഷൻ മുൻ ട്രഷറർ P. നാരായണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി TK മുഹമ്മദ് അയൂബ്, ബ്രാഞ്ച് ട്രഷറർ ജോഷി അഗസ്റ്റിൻ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. കിരൺദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഇനി മാറ്റുലി. കണ്ണൂരിൽ നിന്നും CPIM സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്ത സ്ഥാനാർത്ഥി പട്ടിക ലിസ്റ്റിൽ KK ശൈലജയുടെ പേരില്ല. 2 തവണ മത്സരിച്ചതിൻ്റെ പേരിലാണ് തഴയപ്പെടുന്നതെന്ന ന്യായീകരണം ഉണ്ടെങ്കിലും LDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശൈലജയുടെ പേര് പരിഗണിക്കേണ്ടി വരും എന്നതിലാണോ? ഈ വിഷയത്തിൽ മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്തകൾ മാത്രമല്ല നമുക്കറിയുള്ളൂ. പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ഈ അഭ്യൂഹങ്ങളൊക്കെ നമ്മൾ തള്ളുന്നു. സീറ്റുണ്ടായാലും ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഏത് സ്ഥാനാർത്ഥിയെയും തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി ആരെയാണോ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതെങ്കിൽ അവരാണ് മത്സരിക്കുകയും അവരെ വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനത്തിനാണ് എല്ലാവരും നേതൃത്വം കൊടുക്കുകയും ചെയ്യുക. മറ്റു ചില കേന്ദ്രങ്ങളിൽ നിന്നും ചില പേരുകളെ, ചില മണ്ഡലങ്ങളെ അടിസ്ഥാനമാക്കി വരുന്നത് അത് പാർട്ടിയുടെ തീരുമാനങ്ങളെ അല്ല, അത് ചില ആളുകൾ ഉണ്ടാക്കുന്ന ചില അലയൊലികൾ മാത്രമാണ്. പാർട്ടിയുടെ തീരുമാനം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. തീരുമാനം വരുന്നതിനനുസരിച്ച് മാത്രമാണ് സ്ഥാനാർത്ഥികളാണെന്ന് തിരിച്ചറിയുക. അതിനോടൊപ്പമാണ് ഈ നാട്ടിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിസ്ഥാന ജനവിഭാഗങ്ങളെ മുൻനിർത്തിയുള്ള വികസനമാണ് സർക്കാർ തുടർച്ചയായി നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തുണ്ടായ ഓഖി മഹാപ്രളയം, കാലവർഷക്കെടുതി, നിപ, കോവിഡ് സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ സർക്കാരിന് കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 4,56,689 പേർ ഭൂമിയുടെ അവകാശികളായെന്നും അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനം ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെയാണ് കണ്ടതെന്നും പിണറായി വിജയൻ. പാലക്കാട്ട് ജില്ലാതല പട്ടയമേള. സ്ത്രീ സുരക്ഷാ പെൻഷനെ ചൊല്ലി തത്തമംഗലം നഗരസഭയിലെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരുടെ കയ്യാങ്കളി. നഗരസഭാ പരിധിയിലെ അപേക്ഷകർക്ക് പെൻഷൻ കിട്ടുന്നില്ലെന്ന ആരോപണമാണ് ബഹളത്തിലും കയ്യാങ്കളിയിലും കലാശിതം. അർഹരായവരെ പരിഗണിച്ച് സർക്കാരിലേക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും സർക്കാർ വീഴ്ച മറച്ചുവെക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്നും നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ പുതിയ 2 ക്രോസിംഗ് സ്റ്റേഷനുകൾ വരുന്നു. ക്രോസിംഗ് സ്റ്റേഷനുകളാക്കി മാറ്റുന്നത് നിലവിലെ ഹോൾട്ട് സ്റ്റേഷനുകളായ കുലുക്കലൂർ, മേലാറ്റൂർ സ്റ്റേഷനുകളെ. നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ക്രോസിംഗ് സ്റ്റേഷനിലാക്കി മാറ്റുന്നതോടെ ഷൊർണൂർ നിലമ്പൂർ പാതയുടെ വികസനത്തിന് പുത്തൻ നാഴികല്ലായി മാറും. പാലക്കാടിന്റെ മണ്ണിൽ ആവേശത്തിന്റെയും ആഘോഷത്തിന്റെയും വർണ്ണങ്ങൾ വാരിയെറിഞ്ഞ് മണപ്പുള്ളിക്കാവ് വേല പെയ്തിറങ്ങി. വൈകിട്ട് കോട്ടയ്ക്ക് മുന്നിൽ കരിവീരച്ചന്തം നിരന്നതോടെ പാലക്കാടിന്റെ നഗരവേല ആവേശമായി. കെട്ടുകാഴ്ചകളും ദേശവേലവരവും ആഘോഷക്കാഴ്ചകൾക്ക് മാറ്റുകൂട്ടി. മണപ്പുള്ളിക്കാവ് വേലയ്ക്കിടെ ഹൈഡ്രജൻ ബലൂൺ പൊട്ടിത്തെറിച്ചിനെ തുടർന്ന് ആനകൾ വിരണ്ടോടി. 2 ആനകൾ സമീപത്തെ 2 സ്കൂട്ടറുകളും ഒരു വഴിയോര കച്ചവടക്കാരൻ്റെ വാഹനവും കടയുടെ ബോർഡുകളും തകർത്തു. സംഭവത്തിൽ ആളപായമില്ല. കേളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് തീയിട്ടതിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. അക്രമികളെ ഉടൻ പിടികൂടണമെന്നും നേതാക്കൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.